ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. ഇന്ന് ലാലട്ടം വരും, കുറെ എണ്ണത്തിനെ കടിച്ച് പൊളിക്കൂട്ടോ. ഇന്ന് തൂക്കും കുറെ എണ്ണത്തിനെ. ഇന്ന് ഫയർ ആകാനുള്ള വരവായിരിക്കും ലാലട്ടന്റെ. പക്ഷെ നടക്കൂല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അത് ബിഗ് ബോസ് ടീമിന്റെയും ലാലട്ടിന്റെയും ആഗ്രഹപ്രകാരം ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കൂല. അതാണ്, അവര് ചെറിയ ടീമല്ല. അതെ, കാരണം എന്താ അറിയോ, അതായത് ഫയറായി വരുമ്പോ ഇതിനകത്ത് കുറെ വലിയ മാരകായുധങ്ങൾ ഉണ്ടാകുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്. തോട്ട ആർമി. ഇവിടെ ഫയർ വന്ന അവിടെ തോട്ട പൊട്ടും. അവിടെ തോട്ട ആർമി ഉണ്ട്, AK-47 ടീമുണ്ട്, പിന്നെ കത്തി രാജേന്ദ്രൻ വരെ ഉണ്ട്. ആര്യൻ കത്തി, പിന്നെ മന്മഥം പോറ്റി, പിന്നെ ഒരു ചപ്പാത്തി പറയാൻ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട്. ഫുൾ ടൈം അതിൽ തന്നെയാണ്. അങ്ങനെ ഫുൾ മാരകായുധങ്ങളാണ് മൊത്തം. എന്തായാലും ഇതുവരെയുള്ള ഈ ഒരു ദിവസങ്ങളിൽ നടന്ന പ്രകടനം വെച്ചിട്ട് ഇന്ന് ലാലേട്ടൻ ഓരോരുത്തരെ പിടിക്കും, എന്നിട്ട് പോസിറ്റീവും നെഗറ്റീവും പ്രത്യേകം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഒറ്റവാക്കിൽ പറയാൻ പോകും. അതെ, ഒരാഴ്ചത്തെ 19 കണ്ടസ്റ്റൻസിനെ വിളിച്ചിട്ട് ഒരാഴ്ചത്തെ വേറെ പെർഫോമൻസ് അല്ലെങ്കിൽ അവിടുത്തെ പരിപാടികൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ ജസ്റ്റ് ഒന്ന് സാധ്യത ഉള്ളത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവോട് പറയാൻ പോകുന്നത് ഭയങ്കര രസമായിരിക്കും. ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടി ഉണ്ട് കേട്ടോ അതില്. നമ്മള് വിലയിരുത്തിയിട്ടാണല്ലോ ഇതായിരിക്കും പറയാൻ പോകുന്നത്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോ ആദ്യത്തെ ആയുധം അഭിലാഷിനെ കുറിച്ച് എന്തായിരിക്കും പറയാൻ പോകുന്നത്? പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ഉണ്ടാവും. നല്ലൊരു ഗെയിമർ ആണെന്ന് തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. പിന്നെ കുറച്ച് അഗ്രസീവ് കുറയ്ക്കുക എന്നുള്ള കാര്യവും പറയും. ദേഷ്യം കുറച്ച് കുറക്കണം, അത് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ആവശ്യമില്ലാതെ അത് ആൾക്കെതിരെ വരുന്നതല്ല, വേറെ ആൾക്കാർക്ക് കിട്ടുന്ന സാധനം ഏടി വെച്ച് പിടിക്കുന്ന പരിപാടിയാണ്. സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ്, പക്ഷെ എന്നാൽ പോലും അത് അബദ്ധമാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളും ഒക്കെ സൂപ്പർ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ആൾക്ക് നല്ല പ്രശംസ കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തത് ശാരിക. ഫസ്റ്റ് ചോദിക്കാൻ പോണ ചോദ്യം ഷാരിഖിനെ കണ്ടു കിട്ടിയാ ചോദിക്കും. ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തിനാ ഇങ്ങോട്ട് വന്നേന്നായിരിക്കും ഫസ്റ്റ് ചോദ്യം. ഒരു പോസിറ്റീവ് ഇല്ല, ഒരു നെഗറ്റീവ് ഒന്നുമില്ല. എന്തിനാണ് പോകുന്നത്? എന്തായിരുന്നു പിന്നെ ആവശ്യം? നല്ല കാര്യം ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നാ പോരായിരുന്നു. പിന്നെ വേണമെങ്കിൽ ഇതും കൂടി കൂട്ടി ചോദിക്കാം. അതായത് എന്തായിരുന്നു ഇതിനു മുന്നേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരോടൊക്കെ ഉള്ള ചോദ്യങ്ങള് ഇപ്പൊ മനസ്സിലായില്ലേ എന്നൊരു ചോദ്യം. സത്യമായിട്ടോ എവിടെയും കാണാനില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ മാത്രല്ല ആള് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എത്തുന്നില്ല. എന്ത് ശ്രമിക്കുന്നു എന്നാണ് നീ പറഞ്ഞത്? മറ്റേ ഇങ്ങനെ കാണിക്കാനോ? അതായത് ഈ ഇവിടെ നടക്കുന്ന ഒരു നല്ല കാര്യം നമ്മളിങ്ങനെ ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുന്നു, അതിന്റെ ഇടയിൽ ഇത് വന്നിട്ട് ഏതെങ്കിലും ഒരു പാട്ടും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് അറിയോ, നമുക്ക് ഭയങ്കര വിരക്തി. നമുക്ക് നല്ലൊരു സമയത്തായിരിക്കും കയറി വന്നിട്ട് ഈ എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് നല്ല മനോഹരമായ കേക്ക് അതിങ്ങനെ ഡിസൈൻ ചെയ്ത് നല്ല കംപ്ലീറ്റ് ചെയ്ത് വരുന്നിടത്ത് ലാസ്റ്റ് ഇതിന്റെ മുകളില് ഈ മുകളിലൊരു ചെറിയസ് വെക്കൂലേ, അതിന് പകരം ഒരു ആട്ടുംകാട്ടം. അതാണ് അതിന്റെ അവസ്ഥ. സത്യം കേട്ടോ. പിന്നെ പഠിപ്പിക്കാൻ വന്നല്ലേ. പിന്നെ അത് കൊള്ളൂന്ന് ചോദിച്ചാൽ നമ്മള് സൈഡിൽ നിന്നൊക്കെ എടുത്ത് മുറിച്ച് തിന്നുന്നു. ആ ആട്ടുകാട്ടം വെച്ച ഭാഗം മാത്രം കളയുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്താ? പക്ഷെ അത് ഉണ്ടാക്കി തന്നെ കഴിക്കേണ്ടി വരും, അല്ലാതെ കൊടുക്കാൻ പറ്റില്ല. അത് പറ്റൂല, അത് അവിടെ തന്നെ അവര് കഴിച്ചു തീർക്കുന്നുണ്ടല്ലോ. അടുത്തത് ഒണിയിൽ സാബു. ആളോട് എന്തായിരിക്കും പറയാൻ പോണത്? അതായത് നിങ്ങളിവിടെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അടുക്കളയൊക്കെ തന്നെ ഇങ്ങനെ കൂടിക്കോ, ഞങ്ങളുടെ ഒഫീഷ്യൽ കുക്കാണ് നിങ്ങൾക്ക് സമയമാകുമ്പോൾ കൃത്യമായിട്ട് ശമ്പളം വരും. സത്യമായിട്ടും ഒണിയിൽ സാബുവിനോട് പറയാൻ പോണത്, അത് നമ്മുടെ ഇതിൽ പറയാൻ പോണ കാര്യം ഇതായിരിക്കും. നിങ്ങളെ ഒഫീഷ്യൽ ബിഗ് ബോസ് കുക്കാക്കിയിട്ടുണ്ട് ഒഫീഷ്യലി. നിങ്ങൾ ഇനി അങ്ങോട്ട് ഗെയിം ഒന്നും കളിക്കേണ്ട ആവശ്യമില്ല, കുക്ക്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കൊന്നുമില്ല. അതെ, ഗെയിം അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത് പിന്നെ ലവ് ട്രാക്ക് അത് വരുമോ നോക്കട്ടെ. അതെ. അടുത്തത് സരിക. കലാഭവൻ സരിക. പോസിറ്റീവും നെഗറ്റീവും പറയും, രണ്ടും പറയാൻ ചാൻസ് ഉണ്ട്. ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതെ,
പോസിറ്റീവ് പറയുന്ന അല്ല നെഗറ്റീവ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ആക്റ്റീവ് ആകാനായിരിക്കും പറയുന്നത്. ആക്റ്റീവ് ആവാൻ കുറച്ച് കുറവുണ്ട്. ചില സമയങ്ങളിൽ ഓണാണ്, പക്ഷെ ചില സമയങ്ങളിൽ പറ്റ വീക്കുമാണ്. ചില സമയങ്ങളിൽ അഭിപ്രായം കറക്റ്റായിട്ട് വരും, ചില സമയങ്ങളിൽ കാറ്റിനനുസരിച്ച് അത് മാറുന്നുണ്ട്. അതെ, എന്തായാലും അതൊക്കെ ശരിയായി വന്നോളൂ. മാനിപ്പുലേറ്റഡ് ആകുന്നുണ്ട്, അതാണ് അവരുടെയൊക്കെ കുറെ ആൾക്കാരുടെ പ്രശ്നം. അതാ മറ്റുള്ളവർ പറയുമ്പോൾ തന്നെ ആണോ അങ്ങനെയാണോ അത് വിശ്വസിക്കുന്ന ടീമുകളാണ്. അതായത് ഒരു വാഹനം ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ പിറകെ നമ്മൾ നോട്ടീസൊക്കെ ഇട്ട് കരുതി ഓടി പിറകെ ഇപ്പുറത്ത് വേറൊരു വണ്ടി വന്നാൽ അതിന്റെ പിറകെ അതന്നെ സത്യം. എന്താണ് അടുത്തത്? ആദില നൂറ. എന്തായിരിക്കും ഇവരോടും പറയുന്നത് ഇത് തന്നെയായിരിക്കും, ഒന്നുകൂടി ആക്റ്റീവ് ആവാൻ, അതൊന്ന് സ്ട്രോങ് ആവാനായിരിക്കും അവരോട് പറയുന്നത് മെയിനായിട്ട്. ആക്റ്റീവ് ആവലല്ല ഉദ്ദേശിച്ചത്, അല്ലാതെയുള്ള ആക്റ്റീവ് ആവൽ. അങ്ങനെയൊക്കെ തന്നെ മതി. ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. അല്ല, എന്തായി നിങ്ങളുടെ നാടകം തുടങ്ങി തിരി കൊളുത്തിട്ടുണ്ടായിരുന്നു, അടുത്ത ആഴ്ച കൊണ്ട് നിങ്ങൾ പിരിയോ എന്നൊക്കെ. അടുത്തത് ബെന്നി. നല്ല പോസിറ്റീവ് പറയാൻ ചാൻസ് ഉണ്ട്. നല്ല മികച്ചൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തുടക്കത്തിലുള്ള പോലെയല്ല, ഇപ്പോൾ ശരിക്കും ആളിലേക്ക് നോക്കാൻ തോന്നുന്നുണ്ട്. സത്യം, നമ്മൾ പലരും നോക്കുന്നുണ്ട്, ആ നോട്ടല്ലാതെ അതായത് നല്ല മത്സരാർത്ഥി എന്നുള്ള രീതിയിലൊരു നോട്ടം. നിന്റെ നോട്ടം എങ്ങോട്ടാ പോണേന്നുള്ളതൊക്കെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. അടുത്തത് ശൈത്യ. അതെന്താണെന്നറിയോ, ഒരേ ഫോക്കസിലേക്ക് നോട്ടം പോകുന്നു. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും അത് നേരെ ചെന്ന് ഒരു ഇതിൽ പതിക്കണല്ലോ, എന്നിട്ടാണല്ലോ അത് തിരിച്ചെത്തുന്നത്. ഇതാണല്ലോ നമ്മുടെ വിഷയം. ഈ ചെന്ന് പതിക്കുന്ന സാധനം രണ്ടിലും ചെന്ന് മുട്ടുകയാണ്. അപ്പൊ മനസ്സിലായി ഇവന് ഞാൻ എന്താ നോക്കുന്നുള്ളത്. അടുത്തത് ശൈത്യ. കൂടുതൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാണ്ടിരിക്കുകയാണ്. ശൈത്യനോട് എന്തായിരിക്കും ചോദിക്കുന്നറിയോ? അതാ പറഞ്ഞേ, ഇതാരാ ആരാ ഇത്, ഇതായിരിക്കും ചോദിക്കുക. എനിക്ക് തോന്നുന്ന അറിയോ, ഇവരെല്ലാവരും വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പോസിറ്റീവ് ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് ഉണ്ട് എന്ന് പറയും. ചിലർക്ക് അതില്ല. ഇതേപോലെ നമ്മളിപ്പോ ശാരീരികന്റെ ഒക്കെ പറഞ്ഞ ചോദിക്കുന്ന പോലെ പ്രതികരണം വരുന്നുണ്ടല്ലോ, ആളെ എണീപ്പിച്ച് നിർത്തിയിട്ട് സംസാരിക്കുമല്ലോ, അതിന് കിട്ടൂല ശൈത്യനെ. അതായത് ശൈത്യ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഇപ്പോൾ ഇതുവരെയുള്ള ദിവസങ്ങളിൽ ആളെ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നാളെ, അതായത് ഈ പ്ലാസ്മ ടിവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പോലും ശൈത്യയെ കാണാൻ കാണാൻ സാധ്യത. എന്തായാലും ശൈത്യനോട് അത് തന്നെ ആരാ അത് അങ്ങനെ ചോദിക്കണ്ടാവും. അതെ. അടുത്തത് RJ ബിൻസി. ബിൻസിനോട് ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം എന്തായിരിക്കും? അതായത് ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ പട്ടിവര കേട്ടത് ബിൻസിന്റെ ഓർക്കത്തില് ഞങ്ങളുടെ മെഷീൻ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അതാണായിരിക്കും. പിന്നെ ആളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂർക്കം വരെ കുറച്ച് കിടന്നുറങ്ങലൊക്കെ ഒന്ന് കുറയ്ക്കാനായിരിക്കും ആളോട് പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ ക്രൂ മെമ്പേഴ്സും കിടന്ന ഞങ്ങൾക്ക് ഉറങ്ങണേ, കൂർക്കംകളി കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. അടുത്തത് റെന ഫാത്തിമ. റെന ഫാത്തിമയോട് എന്തായിരിക്കും പറയാ? പോസിറ്റീവ് ആയിരിക്കും. അതെ. പിന്നെ റെന ഫാത്തിമേന്റെ എനിക്ക് തോന്നുന്നു ആ ഏജിന്റെ ഇത് വരുന്നില്ലേ, മറ്റുള്ളവര് പറയുന്ന ആ കാര്യത്തില് റെനയ്ക്ക് ഫുൾ സപ്പോർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ആരെയും അതിനകത്ത് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ പ്രായമായിട്ടില്ല എന്നുള്ളതൊക്കെ അത് നമ്മുടെ ഒണിയലിനോട് ചോദിക്കാം. പിന്നെ മറ്റേ ആള് മന്മഥം പോയിട്ട് ഇവരൊക്കെ ഈ ഏജിന്റെ ഡിഫറൻസ് വെച്ചിട്ട് ആളോട് കുറെ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ റെനയ്ക്ക് പോസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് അക്ബർ AK-47. അത് മിക്കവാറും അക്ബറിന്റെ AK-47 അല്ലേ, അതില് റാപ്പിഡ് ഫയർ ആയിരിക്കും സംഭവിക്കട്ടോ. അക്ബറിന്റെ AK-47 അത് ലാലേട്ടൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴേ വിവരം അറിയും. അതെ, ഈ സെപ്റ്റിക് ടാങ്ക് നാക്കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞു ലാലേട്ടൻ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചോന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത്. അപ്പൊ സീസ് ഫയർ അങ്ങ് പ്രഖ്യാപിക്കോ ലാലേട്ടൻ? അതെ, ഒരുപാട് വെടി നിന്ന് പോണ്ട സംഭവം ശരിയാണ്, നല്ല മത്സരാർത്ഥിയാണ്, ഒരുപാട് വെടിയുണ്ട്, പൊട്ടിക്കണ്ടാന്ന് ഇടക്കൊക്കെ ഒന്ന്, അതായത് ബാരൽ ചൂടാകാതിരിക്കാൻ ഒന്ന് മാറ്റി വെക്കാൻ പറയും. എല്ലാവരുടെ അടുത്തും പൊട്ടിക്കുന്നതാണ് പ്രശ്നം, അതെടുത്ത് പറയും. അതെന്തായാലും പറയും. മാത്രല്ല നല്ല ഗെയിമർ, അതായത് കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ ആള് ഭയങ്കര ശക്തനാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അത് ഉറപ്പായിട്ടും ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും മറ്റുള്ള രീതിയിലാണെങ്കിലും എല്ലാം വരും.
പിന്നെ എനിക്ക് തോന്നുന്നു ഈ പരദൂഷണം ആ ഒരു സാധനത്തിനകത്ത് മാത്രമേ കുറച്ച് നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ളൂ. അടുത്തത് രേണു സുധി. രേണു സുധീനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ രേണു സുധീന്റെ മലപ്പുറം ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റഫത്ത് യൂട്ടി രേണു സുധീനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ശരി, പറഞ്ഞോ. പറയണല്ലോ. സഹൃദയരെ, എല്ലാ രേണു സുധി ഫാൻസിന് വേണ്ടിയിട്ടും എനിക്ക് സ്വന്തം വേണ്ടിയിട്ടും എനിക്ക് സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയിട്ടും ഞാൻ സംസാരിച്ചു തുടങ്ങാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു വലിയ ഇതാണ്. പറയാൻ സാധ്യതയുള്ള ഞാൻ പറയാം. എൻ്റെ പൊന്നു കൊച്ചേ, ഞങ്ങള് ശല്യം കാരണമാണ് ഇതിനകത്തേക്ക് കയറ്റി വിട്ടത്. കാരണം പുറത്ത് റീൽസ് തുറന്ന ഒരാഴ്ചയെങ്കിലും വേർപ്പിക്കലായിരുന്നു. അപ്പോൾ ഒരാഴ്ചയല്ല, 3 മാസം നിർത്തും. അപ്പോ ഫാൻ ഉണർന്നോട്ടോ, ഒരാഴ്ച 3 മാസം ഞങ്ങൾ നിർത്തുവാണ്. ജനങ്ങളെ സ്നേഹിക്കുന്നവരങ്ങനെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഫണ്ടിന് പറയണേ അല്ല, വളരെ സീരിയസ് ആയിട്ട് ഇനി പറയാൻ പോകുന്നതാണ്. അതായത് റീൽസിൽ ഞങ്ങൾ കാണുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് നിങ്ങൾ അതിനകത്തും ചെയ്യുന്നത് ഇപ്പോൾ. അപ്പം ഞങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് വേറെ വേണം കണ്ടന്റ്, അല്ലാതെ ഇതേ സാധനം തന്നെ അവിടെ കൊണ്ടുപോയി ഇറക്കണ്ട. കണ്ടന്റ് ഇല്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എടുത്ത് പറയുന്നുള്ളതാണ്. ഇവിടെ എന്തായിരുന്നു വിക്ടിം കാർഡ് തന്നെ ആയിരുന്നില്ല. അതായത് ജനങ്ങളുടെ മുന്നിൽ വിക്ടിം ആവാൻ ആള് തന്നെ മരുന്നിട്ടിട്ട് ആള് തന്നെ വിക്ടിം ആവും. വേറൊന്നുമല്ല, ആക്രമിക്കുന്നൊന്നല്ല, ആക്രമിപ്പിക്കുകയായിരുന്നു. എനിക്ക് മറ്റേ സംഭവം രേണുസുധീനെ കുറിച്ച് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. എനിക്ക് ഓർമ്മ വന്ന എന്താണെന്നറിയോ, തത്തമ്മേന്റെ അടുത്ത് പോയിട്ട് വർത്താനം പറഞ്ഞിട്ട് തത്തമ്മേനെ പിടിക്കുക. രേണുസുധീന്റെ ക്യാരക്ടറാണ് ഈ പറയുന്നത്. രേണുസുധി ചെന്നിട്ട് അവിടെ ഒരു തത്തമ്മ ഉണ്ട്, തത്തമ്മനെ വിളിച്ചിട്ട്, അത് ജീവനില്ലാത്തതാ, എന്നിട്ട് പറയണേ എൻ്റെ പൊന്ന് തത്തമ്മേ കരഞ്ഞു തുടങ്ങുന്നു, എന്റെ പൊന്ന് തത്തമ്മേ ഇമോഷണലായിട്ടാട്ടോ അങ്ങോട്ട് വന്നു കഴിഞ്ഞേ. ഈ തത്തമ്മയ്ക്ക് കണ്ണുമില്ലേ? ഈ കണ്ണില്ലാത്തതിനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇത് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വെച്ചിട്ട് ഒറ്റ പോകാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ട്രാൻസ്ഫർമേഷൻ. അതായത് അഭിനയിച്ചു വരികയായിരുന്നു, അപ്പോഴേക്കും കണ്ണില്ലാന്നുള്ളത് കണ്ണില്ലേ എന്നൊക്കെ പറഞ്ഞ് ആളങ്ങിട്ട് പോയി. അതന്നെയാണ് ക്യാരക്ടർ. അതായത് നമ്മൾ ശരിക്ക് അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ രേണുസുധീനെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നു പുറത്ത് എന്നുള്ളത്. അതിന്റെ പകുതി ശതമാനം രേണുസുധി തന്നെ അറിഞ്ഞുകൊണ്ട് ആക്രമിപ്പിക്കുകയായിരുന്നു. സത്യം, തർക്കമില്ലാത്ത വിഷയമാണ്. പല കാര്യങ്ങളും മനഃപൂർവ്വം ചെയ്ത് പ്രേക്ഷകരെ കൊണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുമ്പോഴാണല്ലോ റീച്ച് കിട്ടുക. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ അത് തന്നെയാണ് ഇതിന്റെ ഉള്ളിലും ചെയ്യുന്നത്. തന്നെ അതായത് അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും വാ തുറന്ന് പറയുന്നുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും കയറി പിടിക്കുക. അതുവരെ ആളെ കാണാൻ പോലും കിട്ടൂല. അതെ, അങ്ങനത്തെ സിറ്റുവേഷൻ വരണം. മല ഇടിഞ്ഞു വന്നാലും AK-47 കുറച്ച് പൊട്ടിച്ചാലും തോട്ട അവിടെ കിടന്ന് സ്വയം പൊട്ടിത്തെറിച്ചാലും ഒരു മൈൻഡും ഇല്ല, ഒന്നുമില്ല. എന്താണെങ്കിലും അടുത്തത് നെവിൻ. ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ്, നല്ല പോസിറ്റീവ് വരും. പിന്നെ എന്തായിരിക്കും നെവിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള സാധനം? മിക്കവാറും RJ ബിൻസി ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് അതായിരിക്കും. പക്ഷെ അതിനേക്കാളും ഭീകരമായിട്ടുള്ളൊരു സാധനം വരാൻ സാധ്യതയുണ്ട്. അതായത് രേണുസുധീന്റെ മുഖം പിടിച്ച് വരക്കും എന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സീരിയസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത. അത് നിർത്താനും, അതായത് ഈ ഭയങ്കരമായിട്ടുള്ള ബോഡി ഷേമിങ് സംഭവിക്കുന്നുണ്ട് ആളുടെ ഭാഗത്ത് നിന്ന്. പോസിറ്റീവ് പറയുന്നത് ആള് പക്ക എന്റർടൈനർ ആണെന്നുള്ള കാര്യം പറയാൻ ചാൻസ് ഉണ്ട്. അത് സംശയമല്ല. അവിടെ ലാഗില്ലാതെ കൊണ്ടുപോകുന്നത് നെവിനാണ്. മറ്റുള്ളവർക്ക് കണ്ടന്റ് ഉണ്ടായിട്ട് വരണം, എന്നിട്ട് അതിൽ കയറി പിടിക്കുള്ളൂ. ആൾക്ക് എപ്പോഴും ആൾക്ക് ഫുൾ കണ്ടന്റ് ആണ്. എന്ത് ചെയ്താലും അത് ആ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര എൻജോയ്മെന്റ് ആണ് ആളെ കാണുമ്പോൾ. അടുത്തത് ഷാനവാസ്. ഷാനുക്ക, രുദ്രൻ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇതിനെ കുറിച്ച് എന്തായിരിക്കും? പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ കൂടുതലും പോസിറ്റീവ് ആയിരിക്കും. കാരണം ആളൊരു വലിയ മത്സരാർത്ഥിയാണെന്നുള്ളത് മറ്റു കണ്ടസ്റ്റൻസിനെ, അതായത് അക്ബർ, ഷാനവാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്ന ഒരു നായകനും വില്ലനുമാണ്. ആ ഒരു രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുക. എന്താണെങ്കിലും നോക്കാം. അടുത്തത് അനുമോളെ കുറിച്ചും ഇത് തന്നെയായിരിക്കും. പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. നെഗറ്റീവ് എനിക്ക് തോന്നുന്നു കരച്ചിലിനെ കുറിച്ചായിരിക്കും മെയിൻ ആയിട്ട് എടുത്ത് പറയാം. അത് കരച്ചിൽ എന്നുള്ള രീതിയിലായിരിക്കില്ല പറയാ. അതായത് കേരളം ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ പ്രളയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഉണ്ടാവും ഒരു പ്രളയം. കുടുങ്ങിയോ ഒന്ന് ചെറുതായിട്ട്. അപ്പോൾ അതായത്
പ്രളയത്തിൽ നിന്ന് മേ ബി ഈ ഒരു വർഷത്തിലായിരിക്കും നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാലും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. ചെറുതായിട്ട് ഒന്ന് രക്ഷപ്പെട്ടു വന്നത് ഈ വർഷമാണ്. അപ്പോൾ മോളായിട്ടൊരു പ്രളയം ഇനി ഉണ്ടാക്കല്ലേ. കരച്ചിലെന്നൊക്കെ പറഞ്ഞാലേ എന്തായാലും ആക്ടിങ് ആണ്, ആ ഒരു വഴിക്ക് പോട്ടെ. അടുത്തത് അപ്പാനി ശരത്ത് പട്ടച്ചോനെ തോട്ട. ഒരു 10 അടി അങ്ങ് വിട്ട് വെക്കും ലാലേട്ടൻ. എനിക്ക് തോന്നുന്നു കാരണം എന്താ അറിയോ, ഫയറായി ഒന്നും നിൽക്കുകയല്ലേ ലാലേട്ടൻ, പൊട്ടിത്തെറിക്കും എന്നുള്ളതുകൊണ്ട് 10 അടി മാറിക്കും. പിന്നൊരു ചോദ്യം ഉണ്ടോ, നിന്റെ തോട്ടയൊക്കെ നീ എവിടെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്? നീ എത്ര തോട്ടം കൊണ്ടുവന്നിട്ടുണ്ട്? രണ്ടെണ്ണം. നിന്റെ അമ്മയുടെ ജിമിക്ക് കമൽ അങ്ങനെ എനിക്ക് തുടങ്ങാം. രണ്ടാം മോനെ ഒരുമിച്ച് അഭിനയിച്ചപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്താണെങ്കിലും അപ്പാനിക്കെതിരെ കുറെ സാധനങ്ങൾ ലാലേട്ടൻ ചോദിക്കാനുണ്ടാവും. പക്ഷെ പിന്നെന്താ അറിയോ, ഇവരുടെ ബന്ധം വെച്ച് ഒരുമിച്ച് അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് ചിലപ്പോ പാലും പഞ്ചസാര കൊടുക്കാൻ സാധ്യതയുണ്ട്. പാലും പഞ്ചസാര ഈ സീസണിൽ പ്രതീക്ഷിക്കേ വേണ്ട, കൊടുക്കാനുള്ളതൊക്കെ നല്ല പോലെ കൊടുക്കും. എന്നാൽ അതിന്റെ പോസിറ്റീവ് പറഞ്ഞിട്ടായിരിക്കും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പാലില്ല, പഞ്ചസാര ഉണ്ടാവും. കാരണം പഞ്ചസാര മാരക വിഷ. സത്യം, അതൊരു പോയിന്റാണ്. അടുത്തത് ആര്യൻ. ആര്യനോ? നീ ദൂരെ പോകുന്നായിരിക്കും പറയാ. ആര്യൻ കത്തി വെറും കത്തി. അത് ചോദ്യം ചെയ്യാൻ ചോദ്യമല്ല, അത് പറയാ. നിനക്ക് ഞരമ്പിന് വല്ല അസുഖമുണ്ടോ? നിന്റെ ഞരമ്പിന്റെ മാറ്റിത്തരാന്ന് പറയാം. നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ജിസലിനെ കുറിച്ച് എന്തായിരിക്കും? അതായത് വലിയ മത്സരാർത്ഥിയാണെന്നുള്ളത് ശരിക്കും എനിക്ക് തോന്നുന്നു. ജിസലിനെ, അതായത് അക്ബറിനെ വലിയൊരു മത്സരാർത്ഥിയായിട്ട് കാണിക്കുന്നു, ഉയർത്തി കാണിക്കുന്നു. അതുപോലെ ഷാനവാസിനെ വലിയ മത്സരാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്നു. ബെന്നിയെ ഉയർത്തി കാണിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ജിസലിനെ ഏറ്റവും മുകളിൽ ടോപ്പിൽ വെക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ അവരെ ആ ഒരു ഇതിൽ കാണുന്നില്ല. അത് അവര് തന്നെ പറയുന്നുണ്ട്. അവരൊന്നും വലിയ മത്സരാർത്ഥി, അതായത് അപ്പാനി ശരത്തും എനിക്ക് വലിയൊരു ഗെയിമറായിട്ട് തോന്നുന്നില്ല എന്ന് അക്ബറും ഇവരൊക്കെ പറയുന്നുണ്ട്. അത് ഒരു മാറ്റിപ്പൊളിക്കലുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ഈ ആഴ്ച കൊണ്ട് മൊത്തത്തിലാണ് മാറും, അത് ഉറപ്പായിട്ടും. അടുത്തത് നമ്മുടെ മന്മഥം പോറ്റി, മുൻഷി രഞ്ജിത്ത്. അതായത് മൂത്തോരെന്തെങ്കിലും പറഞ്ഞ് നരകത്ത് പോയാൽ തയ്യാറല്ല. ലാലേട്ടൻ അത് പ്രായത്തിന് മൂത്ത ആളെന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളവിടെ ഇരുന്നോ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ഇതിലെ കളിച്ചൊക്കെ വയ്ക്കോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഞങ്ങള് ഒരു വീടാകുമ്പോ എല്ലാ സ്വഭാവമുള്ള ആൾക്കാർ വേണല്ലോ. അതായത് പൊട്ടിത്തെറിച്ച് മാരക കണ്ടന്റ് തരണമെങ്കിൽ അതിന് നമ്മൾ കുറച്ച് ഇരട്ടൊടുക്കണം. അതൊരു സത്യം. വലിയ സ്രാവിനൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇരട്ടൊടുക്കണം, നല്ല ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതുപോലെ അപ്പൊ ഞങ്ങള് കോർത്തിട്ട ഒരു ഇര മാത്രമാണിത് മുൻഷി. മറ്റുള്ളവർക്ക് മറ്റുള്ള വലിയ സ്രാവുകളെ പിടിക്കാൻ സത്യം. ഓക്കെ, അപ്പൊ ഏകദേശം ഫുള്ളായില്ലേ? ഇനിയൊരു മുതൽ വരാല്ലേ ആണ്. അതായത് സീസൺ 7-ലെ ഏഴിന്റെ പണി വജ്രായുധം മതി. അല്ല, ആവർത്തിക്കണം. ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത് തന്നെയായിരിക്കും. അതായത് അനീഷ് എഴുന്നേറ്റ് നിൽക്കുക. അപ്പൊ അനീഷ് എഴുന്നേറ്റ് നിന്ന് ലാലേട്ടൻ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അനീഷ് എഴുന്നേറ്റ് നിൽക്കുക, അനീഷ് എഴുന്നേറ്റ് നിൽക്കുക. 3 തവണ എണീക്കണം. ചിലപ്പോ അനീഷിന്റെ സ്വഭാവം വെച്ചിട്ട് ആദ്യം എണീറ്റ് നിന്നിട്ട് എസ് ലാലേട്ട എന്ന് പറയും. അപ്പം രണ്ടാമത് ലാലേട്ടൻ തന്നെ പറയുമ്പോൾ ഇരുന്നിട്ട് പിന്നെ എസ് ലാലേട്ട. അതായത് ലാലേട്ടൻ ഇതൊരു 10 തവണയൊക്കെ ആവർത്തിക്കും. എന്തെങ്കിലും കാര്യം ചോദിക്കുന്നത് മിക്കവാറും അനീഷിന്റെ മുമ്പിൽ നിന്ന് 10 തവണയൊക്കെ പറയണം. അതാണ് നമ്മുടെ ആഗ്രഹം. ആ വെറുപ്പ്, ആ ഒരു ഇറിറ്റേഷൻ ആൾക്ക് മനസ്സിലാവണം. അപ്പോൾ ആളെന്ത് ചെയ്യണം, മറ്റുള്ളവർ ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല, അനീഷിനെ മനസ്സിലാവുക. കാരണം അത് ഇവര് എത്ര ആവർത്തിച്ചാലും അത് താൻ കേൾക്കണം എന്നില്ലല്ലോ അവിടെ. ആൾക്ക് വേറെ ആളുടെ വഴിക്കണ് പോവാം. പക്ഷെ ലാലേട്ടൻ്റെത് എന്തായാലും കേൾക്കേണ്ടി വരും. ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ അതെ, അപ്പോൾ ലാലേട്ടൻ്റെതും ബിഗ് ബോസിൻ്റെതും കേൾക്കണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് ആവർത്തിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഇത് ആവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ആള് ഇറിറ്റേറ്റഡ് ആവാം, ചെറിയൊരു അളിഞ്ഞ ചിരിയൊക്കെ ചിരിക്കും. ചിലപ്പോൾ ആള് പറയും, ഓ
എന്നെ പോലെ ശരിക്കും മലയാളം അറിയുന്ന ഒരാളെ കണ്ടത്. ഇത് ആവർത്തിക്കുന്നതാണ് യഥാർത്ഥ മലയാളം എന്നുള്ള ചിന്തിക്കുന്നത്. അതും ചിന്തിക്കുന്നുണ്ടാവും. മറ്റൊരു കാര്യം കൂടി ആള് മനസ്സിൽ വിചാരിക്കും, ഞാൻ എന്താണ് ചെയ്യുന്നത് അത് ബിഗ് ബോസും ലാലേട്ടനും കണ്ട് ഞാനിവിടെ എന്റെ ലക്ഷ്യം സഫലമായി സാധൂകരിച്ചു എന്നൊക്കെ പറയും. സഫലമായി എന്റെ സുപ്രഭാതം ലാലേട്ടാ. ഇത് വൈകുന്നേരം വരുമ്പോ എന്താണാവോ അല്ലെ ലാലേട്ടനോട് പറയാ? എന്താ രാത്രിക്ക് പറയാ? രാത്രിക്ക് ശുഭരാത്രി പറയാ. ശുഭരാത്രി അല്ല അതല്ലല്ലോ, ഈവനിങ് ഗുഡ് ഈവനിങ് അതല്ലല്ലോ പറയാ. അവര് ഗുഡ് ഈവനിങ് പറയുമ്പോ നല്ലൊരു സായം സന്ധ്യ നേരുന്നു ലാലേട്ടാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അങ്ങോട്ട് എന്താവോ ആവോ ദൈവത്തിന് അറിയാം. ഇന്നത്തെ എന്തായാലും ഫസ്റ്റത്തെ വീക്കെൻഡ് ആണ്. വീക്കെൻഡ് ലാലേട്ടൻ വരുന്ന ഫസ്റ്റ് ഷോ ആണ്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഞാൻ അതല്ല കേട്ടോ ഉദ്ദേശിച്ചത്, എന്തായിരിക്കും സംഭവിക്കാൻ പോണേന്ന്. അപ്പൊ എന്തായാലും കാണാം. ബൈ.